ഇപ്പോൾ കാണുന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ടു ഇതിനുള്ളിലുള്ള ദൃശ്യങ്ങൾ. അവിടെ ശവമഞ്ചവുമായാണ് BJP പ്രതിഷേധിക്കാനെത്തിയത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖല ശവമഞ്ചത്തിൽ എന്നാരോപിച്ചാണ് പ്രതിഷേധം. DMO ഓഫീസിലേക്കാണ് ശവമഞ്ചവുമായി BJP പ്രവർത്തകർ എത്തിയത്. വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറുകയാണ്. ഈ പ്രതീകാത്മക സമരത്തിലാണ് BJP എത്തിയത്. ഇപ്പോൾ പ്രശ്നം എന്താണ് അവിടെ? പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നിൽക്കുകയാണ്. അല്പസമയം മുൻപാണ് BJP ഈസ്റ്റ് ജില്ലാധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ശവമഞ്ചവുമായി പാലക്കാട് സിവിൽ സ്റ്റേഷനകത്ത് സ്ഥിതി ചെയ്യുന്ന DMO ഓഫീസിലേക്ക് എത്തിയത്. ശവമഞ്ചവും ഒപ്പം ഒരു റീത്തുമായിട്ടാണ് അവർ ഈ ഒരു പ്രതിഷേധിക്കാനായിട്ട് എത്തിയത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല അത് ശവമഞ്ചത്തിലാണ്, അത്തരത്തിലാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഇപ്പോൾ ഉള്ളത് എന്ന് പ്രതീകാത്മകമായി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകർ ഈ ശവമഞ്ചവും റീത്തുമായിട്ട് ഈ സിവിൽ സ്റ്റേഷനകത്തേക്ക് എത്തിയത്. ആദ്യം സിവിൽ സ്റ്റേഷനകത്തേക്ക് മുദ്രാവാക്യം മുഴക്കി എത്തിയ പ്രവർത്തകർ പിന്നീട് ഈ സിവിൽ സ്റ്റേഷനകത്ത് DMO ഓഫീസിന്റെ ഭാഗത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടെ അവിടെ പോലീസ് ഈ പ്രവർത്തകരെ തടയുകയും തുടർന്ന് ബലം പ്രയോഗിച്ച് ഓരോരുത്തരെയായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഏതായാലും പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് ജനങ്ങൾ ഇങ്ങനെ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ വ്യക്തി പോലും മരിക്കുന്ന ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ശക്തമായ പ്രതിഷേധം അത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് തങ്ങളുടെ ഒരു അവകാശമാണ് എന്നുള്ളതാണ് BJP പറയുന്നത്, യുവമോർച്ച പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശാന്ത് ശിവനെ, BJPയുടെ ഈസ്റ്റ് ജില്ലാധ്യക്ഷനായ പ്രശാന്ത് ശിവനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതേസമയം തന്നെ അദ്ദേഹം ഉൾപ്പെടെ പോലീസിന്റെ ജീപ്പിന് മുന്നിൽ കയറിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നതാണ്. जय जय भारत माता, जय जय BJP। ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കേട്ടിട്ട് പോയാൽ മതി, പാർട്ടി പറഞ്ഞു കേട്ടല്ല, പോലീസ് പറയാട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ സാറെ ഒരു പ്രതിഷേധം നടക്കുമ്പോഴേക്ക് മാറ്റി വഴിയൊരുക്കി കൊണ്ടു എന്താണ് നിങ്ങൾ പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിനു മുമ്പ് ഇവിടെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചല്ലേ? ഇവിടെ എന്തൊക്കെ പേക്കൂത്ത നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരെ ഇവിടെ വരുമ്പോഴേക്ക് ഇങ്ങനെ നേരെ വഴിയൊരുക്കാൻ പറയാനാണ്. പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധം തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ പോലീസിന്റെ ഭാഗത്ത് യാതൊരുവിധ പ്രകോപനമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുണ്ടാവും. ഇവിടെ യുവമോർച്ചയുടെ പ്രവർത്തകരെ ഒരു പ്രതിഷേധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. ആരോഗ്യ മേഖലയുടെ ദുരവസ്ഥ തന്നെയാണ്. ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കുത്തഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. നമ്മൾ വലിയ ദൂരത്തോട്ടൊന്നും പോണ്ട. പാലക്കാട് ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കണം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര പേർക്കാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുതന്നെയാണ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ പറയുന്നത്. സ്ഥലത്ത്
വലിയ സംഘർഷാവസ്ഥ തുടരുന്നു. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നേരത്തെ ഒരു ജീപ്പിൽ ആദ്യം എത്തിയ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഉൾപ്പെടെ വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം കഴിഞ്ഞ് ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടും അവിടെ അവശ്യ സർവീസുകളൊന്നും തന്നെ ഇല്ല. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നില്ല. ഒപ്പം അവിടുത്തെ പ്രധാന ബ്ലോക്കുകൾ പലതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പുരോഗമിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ്, അതായത് കോട്ടയത്ത് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനം മുഴുവൻ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അതിൽ പാലക്കാട് ജില്ലയിലും ധാരാളം സ്ഥലങ്ങളുണ്ട്, ധാരാളം ആശുപത്രികളുണ്ട് എന്നുൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം അവർ നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകരെ വീണ്ടും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീപ്പിന് മുന്നിൽ കയറുന്ന പ്രവർത്തകരെ മാറ്റിക്കൊണ്ട് പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJPയുടെ ഭാഗത്തു നിന്ന് വലിയ സമരമാണ് ഉണ്ടായിരിക്കുന്നത്. യുവമോർച്ചയുടെയും BJPയുടെയും പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പാലക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഈ ശവമഞ്ചവും റീത്തും ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സാരുണി, സമാധാനമായി പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത വിധം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പോലീസിന്റെ നടപടിയെന്ന് പലപ്പോഴും ഇന്ന് നടന്ന പല പ്രതിഷേധങ്ങളും നോക്കിയാൽ മനസ്സിലാകും. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും പ്രതിഷേധിക്കാൻ അവസരം നൽകാതിരിക്കുന്ന പോലീസിനെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. തീർച്ചയായിട്ടും BJP പ്രവർത്തകരും പ്രധാനമായിട്ട് പരാതി ഉന്നയിക്കുന്നതാണ്. അതായത് ഇത്തരത്തിലൊരു പ്രതീകാത്മകമായിട്ട് ശവമഞ്ചവും അതുപോലെ തന്നെ റീത്തും ഒക്കെ ആയിട്ട് പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധിക്കുന്നതിന് പോലുള്ള ഒരു ന്യായമായ അവകാശം അത് നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ ആരോപിക്കുന്നത്. ഇപ്പോഴേതായാലും BJP പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി നിൽക്കുന്നു. എന്താണ് ഈ ഒരു സമരത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യമന്ത്രി കുത്തഴിഞ്ഞ കേരളത്തിലുള്ള ആരോഗ്യമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ രാജി സമർപ്പിക്കണം. കേരളത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഈ അവസ്ഥ മാറ്റം ആദ്യപടിയായിട്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ രാജിവെക്കണം ആവശ്യപ്പെട്ട് നടത്തുമ്പോൾ അതിനെ കൃത്യമായി നിങ്ങൾ പ്രതിഷേധിക്കാൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യമാണ്. അതെ, അതായത് വീണ ജോർജ് രാജിവെക്കാൻ വരെ BJP സമരത്തിലാണ്. എല്ലാ കേന്ദ്രങ്ങളിലും അതായത് ആരോഗ്യ വകുപ്പ് തികച്ചും അനാസ്ഥയും കൊലകളാണ് നടത്തുന്നത് കേരളത്തിൽ. ഇതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധങ്ങൾ ഉണ്ടാവും, വളരെ തീക്ഷ്ണമായ സമരങ്ങൾ ഉണ്ടാവും. ഈ ജനങ്ങൾ അതായത് ആരോഗ്യ കേരളത്തിന് ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നു ഈ കേരളം. പക്ഷേ ഏറ്റവും കൊലക്കളമായി മാറിയിരിക്കുന്നു ഈ കേരളം. ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ BJP സമരത്തിൽ തന്നെയാണ്. ഏതായാലും നേതാക്കൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു സമരത്തിന് തുടക്കത്തിൽ തന്നെ മുകളിലോട്ട് കയറുന്നതിന് മറ്റൊന്നും അനുവദിക്കാതെ തടയുകയാണല്ലേ? ഇവിടെ യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് സമാധാനപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ പോലും കളഞ്ഞുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമായിരുന്നു. ഇതിനെതിരെ ശക്തമായ രീതിയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഏതായാലും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെ DM ഓഫീസിന് താഴെയായിട്ട് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ യുവമോർച്ചയും BJPയും മന്ത്രിയുടെ രാജി അല്ലാതെ മറ്റൊരു ഇതുമായി പുറകോട്ടില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് ഇവർ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ഈ ശവമഞ്ചവുമായി BJP നടത്തിയ പ്രതിഷേധത്തിനെയാണ് അടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചത്. അവിടെ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്.